നമ്മൾ കുറേ നാളായി വീഡിയോ എല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു വ്ളോഗ് ആക്കാനാണ് എൻ്റെ ഉദ്ദേശം. സംഭവം എന്താണെന്ന് വെച്ചാൽ, വിശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അല്ലുവിൻ്റെ ഫ്രണ്ട് നിതിൻ ചേട്ടൻ്റെ കല്യാണമാണ്. കല്യാണം എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഒരു ഒളിച്ചോട്ട കല്യാണമാണ്. ഒളിച്ചോട്ടമെന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല, എന്നാൽ വീട്ടിലൊക്കെ അറിയാം. പക്ഷേ വീട്ടിൽ സമ്മതിക്കില്ല. അതുകൊണ്ട് അവർ തന്നെ ഒരു തീരുമാനം എടുത്തങ്ങ് കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനാണ് പോകുന്നത്. നാഗർകോവിലാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാനും അല്ലുവും മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ പുള്ളിയുടെ ചില റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. വരുവായി വീട്ടിലെല്ലാത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും വരുമെന്ന് നമുക്ക് നാളെ നോക്കാം. പിന്നെ നമ്മളിവിടുന്ന് പോകുന്നത് ഒരു 5:30, അതായത് വൈകിട്ട് 5:30 ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ ഒരു 3.5-4 മണിക്കൂറിൽ നമ്മളവിടെ എത്തും. അപ്പോൾ പിന്നെ രാത്രിയാണ് അവിടെ പോകുന്നത്. രാത്രിയാണ് അവിടെ എത്തുന്നത്. എത്തിയിട്ട് പുള്ളി നമ്മളെ വന്ന് പിക്ക് ചെയ്യും. നമ്മുടെ ഗ്രൂം അവിടെ വന്ന് പിക്ക് ചെയ്യും റെയിൽവേ സ്റ്റേഷനിൽ വന്ന്. അപ്പോൾ നമ്മൾ ഇന്നിവിടുന്ന് 5:30 ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ ബാക്കി വിശേഷമെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളവിടെ കിടക്കാനായിട്ട് ഉള്ള സെറ്റപ്പാണ്. ഞങ്ങൾ ഉറങ്ങാൻ പോവാം. ഇപ്പോൾ സമയം 12 മണി എന്തായാലും കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇനി ചൗവ് മണ്ടത്തരത്തിൽ ചൗവയ്ക്ക് എന്തിനുണ്ട് നെയിൽ പോളിഷൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 റൂമുണ്ട്. മറ്റേ റൂമിലാണ് ചേച്ചിയും പിള്ളേരും എല്ലാവരും കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പുറത്തെ റൂമാണ് വയ്ക്കുന്നത്. പക്ഷേ ആക്ച്വലി ഞങ്ങൾക്ക് ഒറ്റ കിടക്കാൻ പേടിയാണ്. ഇന്നത്തെ കാര്യം ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒട്ടും പെട്ടില്ല. മൂത്തത്തിൽ കിട്ടും. എങ്ങനെ അവിടെ കിടക്കണമെന്ന് അറിയത്തില്ല, അറിയാൻ വയ്യ സത്യം പറഞ്ഞാൽ എങ്ങനെ അവിടെ കിടക്കേണ്ടതെന്നുള്ളത്. നല്ല ഇരുട്ട്. കൈ അഴയ്ക്കുന്നത് അല്ല, അവിടെ ഭയങ്കര ഇരുട്ട്. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഇരുട്ടാണ്. എനിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നു. ഇരുട്ടത്ത് അത്ര ഇരുട്ടത്ത് കിടക്കുന്നത് നല്ല വരുന്നത് ഒക്കെ പേടിയാവുന്നു. ലൈറ്റ് ഇട്ടുകൊണ്ട് കിടക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇഡലിയൊക്കെ കഴിച്ചായിരുന്നു. ആ വീഡിയോ ഒന്നും അധികം എടുത്തിട്ട് കൂടിയില്ല. ഞങ്ങൾ ഇഡലി കഴിച്ചത് നമ്മുടെ അന്ന് ഇഡലിയൊക്കെ കഴിച്ച് ഇനി നല്ല ചമ്മന്തിയായിരുന്നു. പിന്നെ ഇതിനുള്ള കലാപരിപാടികളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് സൗമ്യ കാണിച്ചു കൊടുക്കും. സൗമ്യയുടെ നെയിൽ പോളിഷ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഇരിക്കുക. ഞങ്ങൾ കിടക്കാൻ പോവാം. കിടന്നിട്ട് നാളെ ഇവിടെ 8 മണിക്കാണ് നമ്മളിവിടുന്ന് ഇവിടെ 8 മണിക്ക് ഇവിടുന്ന് വണ്ടിയിൽ പോകും എന്നാണ് പറയുന്നത്. വണ്ടി വരും, വണ്ടിയിൽ പോകും. അപ്പം നമ്മളിവിടെ എനിക്ക് തോന്നുന്നത് 6 മണിയല്ല 5:30 എണ്ണിച്ചാലേ ഞങ്ങൾക്ക് 2 പേർക്ക് കുളിച്ച് ഞങ്ങളൊന്ന് റെഡിയായി ഒരു 7 മണി 7:30 നമുക്ക് റെഡിയാവാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല ഇവിടുന്ന് ഉറക്കം വരുമെന്ന് അറിയാൻ വയ്യ, നേരത്തെ എണ്ണിക്കുമെന്നുള്ളത് അറിയാൻ വയ്യ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ബാക്കിയൊക്കെ നമ്മൾ രാവിലെ എണ്ണിച്ചിട്ട് പാക്കലാം. രാവിലെ അപ്പമാണ് രാവിലെ കഴിക്കാൻ. അപ്പവും സാമ്പാറും ചമ്മന്തി വട. കല്യാണ പെണ്ണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ്
ജാഫർ സ്ലീഹ ഇപ്പം വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. അപ്പം നമ്മൾ പോയി കഴിഞ്ഞത് നോക്കുമ്പോൾ സൗമ്യൊക്കെ അവിടെ ചെറുക്കൻ്റെ അവിടെ നിൽക്കുന്നത്. ഹലോ, അപ്പോൾ നമ്മളിങ്ങനെ റെഡിയായി പോവാൻ. ചെക്ക റെഡിയാവുന്നതേ ഉള്ളൂ. നമ്മൾ റെഡിയായി, പെണ്ണും റെഡിയായി. റെഡിയായിട്ട് നമ്മൾ ഇറങ്ങാം. അതൊരു പ്രൊസീജിയർ ആയിരിക്കും. പെണ്ണോ അല്ല, ഞങ്ങൾ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുക. ഇറങ്ങി എപ്പോൾ എത്തുന്നൊന്നും അറിയത്തില്ല. 1 മണിക്കൂർ വേണം. എപ്പോൾ എത്തും അറിയത്തില്ല. ഞാൻ സംസാരിക്കുന്ന കുറച്ച് ശബ്ദം കുറവാണ്. അതിൻ്റെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നും എനിക്കറിയത്തില്ല. അതൊക്കെയാണ് കാര്യം. പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഫൈനലി അത് നോക്കി ശബ്ദം ഭയങ്കര കുറവായിരിക്കും. കല്യാണമൊക്കെ നല്ല സെറ്റായിട്ട് നടന്നു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ ഹാപ്പി ആയിട്ടൊരു കല്യാണം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിരിക്കും നേരെ പോകുന്നത്. ഫുഡ് കഴിക്കാൻ വേറെ ആളെ ഒന്നുമില്ല അറേഞ്ച് ചെയ്തതാണ്. അവിടെ ഹോട്ടൽ അങ്ങാണ്ടാണ്. അപ്പോൾ അവിടെ അങ്ങാണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മാരേജ്. നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മുടെ ക്ലിപ്പിനകത്ത് നമ്മുടെ